ഹലോ എല്ലാവർക്കും ഇന്നത്തെ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. എല്ലാവരും സുഖമായിട്ടും സന്തോഷമായിട്ടൊക്കെ ഇരിക്കുകയാണെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ഇൻട്രോ നമ്മൾ ഓണക്കോടിയൊക്കെ ഉടുത്തിട്ട് ഉള്ളതാണ് കേട്ടോ. അപ്പോൾ ഓണക്കോടിയൊക്കെ എങ്ങനെയുണ്ട് എന്നൊക്കെ പറയണം. എല്ലാവർക്കും ഓണക്കോടി തവണ എടുത്തിട്ടുണ്ട്. ഓണക്കോടിയൊക്കെ എങ്ങനെയുണ്ടെന്ന് പറയണം കേട്ടോ. പിന്നെ ഇന്ന് നമ്മൾ ഇൻട്രോ ഇങ്ങനെ പറയാമെന്ന് വിചാരിച്ചു. അപ്പോൾ എന്തായാലും ഇന്നത്തെ വിശേഷം എന്ന് പറഞ്ഞാൽ ഓണത്തിൻ്റെ തലേ ദിവസത്തെയും തിരുവോണ ദിവസത്തെയും കുറച്ച് കാര്യങ്ങൾ, നമ്മുടെ വീട്ടിലെ ഓണാഘോഷം എങ്ങനെയായിരുന്നു, ഓണപരിപാടി അല്ലെങ്കിൽ ഓണത്തിന് വീട്ടിൽ എന്തൊക്കെയായിരുന്നു ഉണ്ടാക്കിയെന്നൊക്കെ നമ്മുടെ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. എൻ്റെ കാര്യമില്ലല്ലോ, എന്നാലും നമ്മുടെ വീഡിയോയിലേക്ക് പോകാം കേട്ടോ. അപ്പോൾ വീഡിയോ കണ്ടിട്ട് വരാം. ശനിയാഴ്ച ഉത്രാടം ദിവസം രാവിലെ അടുക്കളപ്പണിയൊക്കെ ഏകദേശം അങ്ങോട്ട് ഒരുക്കി വെച്ചിട്ട് ആ മുറ്റത്ത് പൂവിടാനായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. സാധാരണ ചിട്ടിക്കുട്ടിയാണ് ഇവിടെ പൂവിടുന്നത്. ഇന്നിപ്പോൾ ലീവൊക്കെ ആയതുകൊണ്ട് തന്നെ ഞാനിതാ ചാണകമൊക്കെ മെഴുകി ഞാൻ പൂവിടാനായിട്ട് നിന്നിട്ട് പിള്ളേരൊക്കെ എണീറ്റ് വരുന്നേ ഉള്ളൂ കേട്ടോ. അപ്പോൾ എന്തായാലും ഉത്രാടം ദിവസം ആണല്ലോ, അപ്പോൾ ഇനിയിപ്പോൾ 2 ദിവസം നന്നായിട്ട് ഒന്ന് നല്ല ലാവിഷായി പൂവിടാമെന്ന് വിചാരിച്ചു. അപ്പോൾ ആ പൂവൊക്കെ പറിച്ച് കൊണ്ടുവന്നിട്ട് നല്ല രീതിക്ക് തന്നെ, അത്യാവശ്യം നല്ല രീതിക്ക് തന്നെ പൂവിട്ടു കേട്ടോ. ഞാനും പിള്ളേരും കൂടി ഇട്ടു. അതിന് ശേഷം അരിമാവ് കൊണ്ട് കോലമൊക്കെ വരച്ച് കൊടുത്തു. അങ്ങനെ ചെയ്തു കേട്ടോ. പിന്നെ രാവിലെ നേരത്തെ ഒരു 5:45 ആയപ്പോൾ തന്നെ ഏട്ടൻ സാധനങ്ങൾ മേടിക്കാനായിട്ട് പോയിട്ടുണ്ടായിരുന്നു. നമ്മൾ ഓണത്തിനുള്ള സാധനങ്ങളൊന്നും വീട്ടിൽ ഒന്നും വാങ്ങിച്ചിട്ടുണ്ടായിരുന്നില്ല. പലചരക്കും പച്ചക്കറിയും ഡ്രസ്സും ഒന്നും എടുത്തിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ ഇന്ന് രാവിലെയാണ് എല്ലാം ചെയ്യണത്. ഏട്ടൻ രാവിലെ പോയി പച്ചക്കറി മേടിക്കാൻ പോയ കൂട്ടത്തിൽ തന്നെ പലചരക്ക് സാധനങ്ങളൊക്കെ വാങ്ങിച്ചിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. രണ്ടും വാങ്ങിച്ചു. അപ്പോൾ 7:30 ആകുമ്പോഴേക്കും ഏട്ടൻ ആ പണിയൊക്കെ ഒരുക്കിയിട്ടാ. പിന്നെ രാവിലത്തെ പണികളും ഒക്കെ ഒതുക്കി വെച്ച് ഏകദേശം അങ്ങനെ. ഇന്നിപ്പോൾ കാര്യമായിട്ടൊന്നും ഭക്ഷണമൊന്നും ഉണ്ടാക്കിയില്ല കേട്ടോ. ചോറ് വെച്ച് ഒരു സാമ്പാർ ഉണ്ടാക്കി, പിന്നെ പായസം വെച്ചു കേട്ടോ. പായസം എന്ന് പറയുമ്പോൾ നമ്മളിന്ന് സേമിയ പായസമാണ് കേട്ടോ ഉണ്ടാക്കിയത്. അപ്പോൾ സേമിയ പായസമൊക്കെ ഉണ്ടാക്കി. പിന്നെ അതൊന്നും വീഡിയോ എടുക്കാനുള്ള സമയമൊന്നുമില്ല, കാരണം പണികളൊക്കെ ഒന്ന് ഒരുക്കി വെച്ചിട്ട് നമുക്ക് കുട്ടികൾക്ക് ഡ്രസ്സൊന്നും വാങ്ങിച്ചിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. ഓണമായിട്ട് 2-3 ദിവസമായി വിചാരിക്കണു ഓണം പോകണമെന്ന്, പക്ഷേ സമയം കിട്ടാത്തതുകൊണ്ട് ഒന്നിനും പറ്റിയില്ല. അപ്പോൾ ഇന്നിപ്പോൾ ഉത്രാടം ദിവസമാണ് കേട്ടോ നമ്മുടെ സാധനങ്ങൾ മേടിക്കലും ഡ്രസ്സ് എടുക്കലും ഒക്കെ നടന്നത്. അപ്പോൾ ഉത്രാടപ്പാച്ചൽ എന്താണെന്ന് ഈ വർഷമാണ് അറിഞ്ഞത്. അല്ലെങ്കിൽ സാധാരണ നമ്മൾ 2 ദിവസം മുമ്പ് തന്നെ എല്ലാം സെറ്റാക്കി വെക്കുന്നതാണ്. ഇത്തവണ ഒന്നിനും പറ്റിയില്ല കേട്ടോ, സമയമൊന്നും കിട്ടിയില്ല. എന്തായാലും നമ്മളത് പാലക്കാട് പുതിയൊരു ഷോപ്പ് വന്നിട്ടുണ്ട്, ഗണപതി സിൽക്സ്. അവിടെയാണ് കേട്ടോ നമ്മൾ ഇത്തവണ ഓണക്കോടി എടുക്കാനായിട്ട് വന്നത്. അപ്പോൾ എന്താണെങ്കിലും നമ്മൾ വന്നെത്തിയ സമയം കൊള്ളാം. ചെണ്ടമേളമൊക്കെ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. ഈ വെയിലത്ത് നിന്ന് കൊട്ടുന്നതിൻ്റെ എന്താ പറയുക ഒരു ഇതില്ലേ. അപ്പോൾ ഞാനിങ്ങനെ പെട്ടെന്ന് ചെണ്ടമേളമൊക്കെ കണ്ടപ്പോൾ ആരുമോൾ നമ്മൾ വന്നത് ചെണ്ടയൊക്കെ കൊട്ടാനായിട്ട് തുടങ്ങിയെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു യൂട്യൂബറിനെ കണ്ടതുകൊണ്ടായിരിക്കും, യൂട്യൂബറൊക്കെ വന്നിരിക്കല്ലേ, അവരെ വരവേൽക്കാൻ വേണ്ടി കൊട്ടിയതായിരിക്കും എന്നൊക്കെ പറഞ്ഞിട്ട് ഞാനിങ്ങനെ മൊത്തത്തിൽ തള്ളായിരുന്നു കേട്ടോ. സ്വന്തമായിട്ടിങ്ങനെ പറഞ്ഞ് പുകഴ്ത്തുക, അത്രയേ ഉള്ളൂ. അപ്പോൾ എന്തായാലും കടയിൽ കയറി പറഞ്ഞാൽ നല്ല തിരക്കുണ്ടായിരുന്നു. എനിക്ക് എന്താ പറയുക, അത്രയ്ക്ക് വില കുറവായിട്ടൊന്നും തോന്നിയില്ല. നല്ല വില കുറവാണ്, സെലക്ഷൻ ഉണ്ടെന്നൊക്കെ പറഞ്ഞിട്ടാണ് വന്നത്. പക്ഷേ എന്താ പറയുക, വില അത്രയ്ക്ക് കുറവായിട്ടൊന്നും തോന്നിയില്ല കേട്ടോ. പിന്നെ വില കുറഞ്ഞതൊക്കെ നമുക്ക് അത്രയ്ക്ക് ഇഷ്ടമാവില്ല. നമ്മൾ ഇവിടെ നിന്ന് ഉണ്ണിക്ക് ഒരു ഡ്രസ്സ് വാങ്ങിച്ചു, കുഞ്ഞുണ്ണിക്ക് ഒരു ഡ്രസ്സ് വാങ്ങിച്ചു. പിന്നെ വന്നിട്ട് അപ്പു ഞങ്ങളുടെ കൂടെ വന്നിട്ടുണ്ട് കേട്ടോ. അപ്പൂനും അവിടെയും വീട്ടിലേക്കും ഡ്രസ്സൊക്കെ വാങ്ങിക്കണം എന്നിട്ട് അവനും കൂടെ വന്നിട്ടുണ്ടായിരുന്നു. ചേച്ചിക്ക് വരാൻ പറ്റില്ല. അപ്പോൾ എന്തായാലും ഞാൻ വരുന്നുണ്ടല്ലോ, അപ്പോൾ എൻ്റെ കൂടെ വന്ന് എല്ലാം സെലക്ട് ചെയ്ത് വെക്കാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ അവനും വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ അപ്പൂനൊരു ഷർട്ടും ഉണ്ണിക്കൊരു ഡ്രസ്സും പിന്നെ ചേച്ചിക്കൊരു സാരിയൊക്കെ അവിടെ നിന്ന് വാങ്ങിച്ചു കേട്ടോ. എന്നിട്ട് പിന്നെ പിള്ളേർക്ക് ചാരുവിനും ചിട്ടിക്കൊക്കെ അവിടെ നോക്കിയപ്പോൾ വലിയതായിട്ട് തോന്നിയില്ല. വലിയതായിട്ടല്ല, നോക്കാനൊന്നുമില്ല കേട്ടോ. അപ്പോൾ പിന്നെ സ്റ്റുഡിയോയിൽ പോവുക, നമുക്ക് അവിടെ ആകുമ്പോൾ കുട്ടികൾക്കൊക്കെ നന്നായിട്ട് കിട്ടുമെന്ന് പറഞ്ഞു. പിന്നെ അങ്ങനെ അവിടെ പോയി അവിടെ നിന്ന് കുട്ടികൾക്ക്, അതായത് കുട്ടികൾക്ക് എല്ലാം ചാരുവിനും ചിട്ടിക്കുമുള്ള ഡ്രസ്സൊക്കെ വാങ്ങിച്ചു. പിന്നെ നമ്മൾ അടുത്തത് വന്നത് വേറൊരു കടയിലാണ് കേട്ടോ. ആ കടൻ്റെ പേര് ഓർമ്മയില്ല. അതപ്പോൾ നമ്മുടെ ഉണ്ണിക്ക് എന്താണ് പ്രകൃതിക്ക് ഡ്രസ്സ് നോക്കാനായിട്ടാണ് വന്നത്. അപ്പോൾ അവൾക്ക് ഡ്രസ്സ് എടുക്കാനായിട്ട്, അവൾക്കും അപ്പൂവിൻ്റെ ചാച്ചൻ്റെ കുട്ടിക്കും ഒക്കെ ആയിട്ട്
കുട്ടികൾക്കൊക്കെ ഡ്രസ്സ് എടുക്കണമല്ലോ നമുക്ക് വലിയവർക്കില്ലെങ്കിലും. അപ്പോൾ പിള്ളേർക്കുള്ള ഡ്രസ്സൊക്കെ സെലക്ട് ചെയ്തു. പിന്നെ ചേച്ചിക്ക് ചുരിദാർ ഇവിടുന്ന് നോക്കിയിട്ടാണ്. പിന്നെ ഞാൻ ഈ ചുരിദാറൊക്കെ കണ്ടപ്പോൾ കുഴപ്പമില്ലാന്ന് തോന്നിയിട്ട് നല്ല കോട്ടൺ തുണിയാണ്. പിന്നെ വലിയ വിലയൊന്നുമില്ല, 1000ൻ്റെ ഉള്ളിൽ 1000ൻ്റെ ഉള്ളിലൊക്കെ ഉള്ളൂ കേട്ടോ. പിന്നെ മൂന്നും കൂടെ കിട്ടും സെറ്റായിട്ട് ചുരിദാറും ഇതൊക്കെ ആയിട്ട് കിട്ടിയപ്പോൾ ഞാൻ എന്നാൽ പിന്നെ ഒരു ചുരിദാർ എടുക്കാമെന്നും പറഞ്ഞ് ഞാൻ അവിടെ നിന്ന് ഒരു ചുരിദാർ എടുത്തിട്ടുണ്ട്. അപ്പം നമ്മൾ ഇൻട്രോയിൽ കണ്ടില്ലേ, അത് തന്നെ കേട്ടോ, ഒരു ജോഡി ചുരിദാർ എടുത്തു. പിന്നെ ഏട്ടന് ഷർട്ടും മുണ്ടൊക്കെ ഏട്ടൻ്റെ എന്താ പറയാ ജോലി ചെയ്യുന്ന ഓണറൊക്കെ ഓണക്കോടിയൊക്കെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഏട്ടനെ പിന്നെ അങ്ങനെ ഓണക്കോടിയായി. അങ്ങനെ അതെല്ലാം കഴിഞ്ഞ് വരുന്ന വഴിക്ക് ഒരു പണി കിട്ടിയിട്ടോ. ഞങ്ങളിങ്ങനെ വരുമ്പോൾ നമ്മുടെ സ്കൂട്ടറിൽ ടയറൊക്കെ പഞ്ചറായി. അവസാനം അപ്പും ചാരുമോളും അങ്ങനെ നേരത്തെ വന്നു. പിന്നെ എന്താണ് ഞങ്ങളവിടുന്ന് ടയർ പഞ്ചറായപ്പോൾ അതൊക്കെ ഒട്ടിച്ച് അവിടുന്ന് അടപ്രഥമനൊക്കെ തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. വിശന്നിരിക്കായിരുന്നു. 3 മണിയായിട്ടാണ് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങുമ്പോൾ തന്നെ. 3 മണിയല്ല, 3:30 4 മണിയൊക്കെ ആയി വീടെത്തുമ്പോൾ. അങ്ങനെ വിശന്ന് ഇരിക്കുന്ന സമയത്ത് ഒരു ഗ്ലാസ് അടപ്രഥമനൊക്കെ കിട്ടി, അവിടെ നിന്ന് കുടിച്ചു. പിന്നെ നേരെ വീട്ടിൽ വന്ന് പിന്നെ വേഗം തന്നെ ഭക്ഷണമൊക്കെ കഴിച്ചു. പിന്നെ ഞാൻ അടുക്കളയിൽ വന്ന് നോക്കുന്ന സമയത്ത് രാവിലെ സാധനങ്ങളൊക്കെ മേടിച്ചിട്ടെല്ലാം വെച്ചിട്ട് പോയതാണ് കേട്ടോ. അപ്പം ഞാൻ സൺഫ്ലവർ ഓയിലൊന്നും ഒഴിച്ച് വെച്ചിട്ടുണ്ടായിരുന്നില്ല, കുപ്പിയിലാക്കി വെച്ചിട്ടുണ്ടായിരുന്നില്ല. അതെന്താണെന്നറിയില്ല, എന്തോ മുട്ടിയിട്ട് ഓട്ട പെട്ടിട്ട് അങ്ങനെ സൺഫ്ലവർ ഓയിൽ മൊത്തം അങ്ങോട്ട് താഴെ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. ഓയിൽ മൊത്തം പകുതി മൊത്തം താഴെ പോയിട്ടുണ്ടായിരുന്നു. പിന്നെ ആ ഷെൽഫ് മൊത്തം എല്ലാവിടെയും റാക്ക് മൊത്തം ക്ലീൻ ചെയ്തു വൈകുന്നേരം വന്നിട്ട്. പിന്നെ അടുക്കളപ്പണി എന്താണെന്ന് വെച്ചാൽ നാളെ തിരുവോണം ആയതുകൊണ്ട് തന്നെ തിരുവോണത്തിനുള്ള സദ്യയൊക്കെ ഒരുക്കണമല്ലോ. ചെറുതായിട്ടേ ഉള്ളൂ, എന്നാലും തലേ ദിവസമൊക്കെ മാക്സിമം നമുക്ക് ചെയ്യാൻ പറ്റുന്ന പണിയൊക്കെ ചെയ്തു വെച്ചാൽ അത്രയായല്ലോ. അപ്പം ഞാൻ തലേ ദിവസം ഇഞ്ചിക്കറിയൊക്കെ വെച്ചു കേട്ടോ, ഇഞ്ചിപ്പുളിയൊക്കെ വെച്ചു. പിന്നെ രസം ഉണ്ടാക്കി വെച്ചു. പിന്നെ വന്നിട്ട് പച്ചക്കറികളൊക്കെ ഉണ്ടായിരുന്നില്ലേ, അതൊക്കെ ഒന്ന് മുറിച്ച് വെച്ചു കേട്ടോ. അതൊക്കെ ഏട്ടനും പിള്ളേരും കൂടെ ചെയ്തിട്ടുണ്ടായിരുന്നു. പച്ചക്കറി എല്ലാം മുറിച്ച് റെഡിയാക്കി. പിന്നെ കുറച്ച് പച്ചക്കറി പിറ്റേ ദിവസം മുറിക്കാമെന്ന് വിചാരിച്ചു. കുമ്പളങ്ങ അങ്ങനെയുള്ള സംഭവം അതൊക്കെ ഇങ്ങനെ മുറിച്ച് ഇങ്ങനെ വെച്ചിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ കേട് വന്നാലോ വിചാരിച്ചിട്ട് അത് രാവിലെ മുറിക്കാമെന്ന് വിചാരിച്ചിട്ട്. പിന്നെ വന്നിട്ട് എന്താണ് വേണ്ട പച്ചക്കറി മുറിച്ച് വെച്ച്, പിന്നെ കടല അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വെള്ളത്തിൽ കുതിർക്കാനുള്ളതൊക്കെ അങ്ങനെ അതെടുത്ത് വെച്ചു. പിന്നെ മുറിച്ച പച്ചക്കറിയൊക്കെ കഴുകി നമ്മൾ ഫ്രിഡ്ജിനകത്ത് വെച്ചു കേട്ടോ. അടുക്കളയൊക്കെ ഒന്ന് വൃത്തിയാക്കി ഇട്ടതിന് ശേഷമാണ് പിന്നെ കിടന്നുറങ്ങാനായിട്ട് പോയത്. അപ്പോൾ രാവിലെ എണീക്കുമ്പോൾ ഒരു സമാധാനം ഉണ്ടല്ലോ. അപ്പോൾ അതാ നമ്മൾ രസവും കൂടെ വെക്കുകയാണ് കേട്ടോ. രസം വെക്കാനുള്ളതൊക്കെ ഒന്ന് മിക്സ് ചെയ്ത് വെച്ച് ഉലുവയും ഒക്കെ ഉലുവ, കടുക്, പച്ചമുളകൊക്കെ ഇട്ട് കടുകൊക്കെ പൊട്ടിച്ച് നമ്മൾ ഒന്നായിട്ട് കലക്കി വയ്ക്കുകയാണ് കേട്ടോ. തക്കാളിയും എല്ലാം കൂടെ പിഴിഞ്ഞ് വെച്ചിട്ടുണ്ട്, കുരുമുളക് ജീരകമൊക്കെ ചതച്ചിട്ടിട്ടുണ്ട് കേട്ടോ, എല്ലാം ഇട്ടിട്ടുണ്ട്. അത് അവസാനം കടുക് പൊട്ടിച്ചതിന് ശേഷം നമ്മളതെടുത്ത് ഒഴിച്ച് നന്നായിട്ട് തിളപ്പിക്കുക. മല്ലിയില ഇട്ടെടുത്താൽ രസമായി. കുറച്ച് മുളക് പൊടിയും ഇത്തിരി മല്ലിപ്പൊടിയും ഇടണം കേട്ടോ, മഞ്ഞൾപ്പൊടിയും ഇടണം. നല്ല രസത്തിന് ഒരു ഇതുണ്ടാവും. ഒരു ചെറിയ കഷ്ണം കായം, ഒരു ചെറിയ കഷ്ണം ശർക്കര, ഇതും കൂടി ഇട്ടാൽ നമ്മുടെ രസം സെറ്റാവും കേട്ടോ. അപ്പോൾ എന്തായാലും നമ്മൾ തലേ ദിവസം തന്നെ രസവും ഇഞ്ചിക്കറിയും ഉണ്ടാക്കി. പിന്നെ ഞാൻ പറഞ്ഞ പോലെ തന്നെ പച്ചക്കറികളെല്ലാം മുറിച്ച് വെച്ചു. അതിന് ശേഷമാണ് ഞാൻ അടുക്കളയൊക്കെ അടച്ച് പൂട്ടി കിടന്നുറങ്ങാനായിട്ട് പോയത്. അപ്പോൾ തലേ ദിവസമൊക്കെ ഇങ്ങനെ ഇതുപോലെയൊക്കെ എല്ലാവരും ഒരുക്കി വെക്കുന്നുണ്ടാവും അല്ലേ. ഓണം സമയത്ത് 3-4 കൂട്ടം കറികളെ ഉണ്ടാക്കണമെന്നുണ്ടെങ്കിലും കുറച്ച് സമയമൊക്കെ അതിന് വേണ്ടി വരും. പായസമൊക്കെ ആയിട്ട് വരുമ്പോഴേക്കും എന്തായാലും ഇത്തിരി സമയം അതിനെ മെനക്കെട്ട പണി തന്നെയാണ്. അപ്പോൾ തലേ ദിവസമൊക്കെ ഇതുപോലെയൊക്കെ ചെയ്യുന്നുണ്ടാവില്ലേ, എല്ലാ അമ്മമാരും അങ്ങനെ തന്നെയാണ് കേട്ടോ. അപ്പോൾ എന്തായാലും നിങ്ങൾ പറയണം കേട്ടോ, നിങ്ങളുടെ വീട്ടിൽ എന്തൊക്കെയാണ് ഓണത്തിന് ഉണ്ടാക്കി, കറികൾ എന്താ ഉണ്ടാക്കി, എങ്ങനെയായിരുന്നു എന്നൊക്കെ നിങ്ങൾ കമൻറ്റ് ബോക്സിലൊന്ന് അറിയിക്കണം കേട്ടോ, നമ്മുടെ ഈ വീഡിയോൻ്റെ താഴെ. അങ്ങനെ ഉറങ്ങാൻ പോയ ആൾ വെട്ടിയിട്ട വാഴ പോലെ കിടന്നുറങ്ങിയിട്ട് സത്യം പറഞ്ഞാൽ ഇപ്പോൾ കിടക്കുന്നതേ അറിയുള്ളൂ, ഒന്നും അറിയണില്ല. എന്താ പറയുക, നേരം വെളുക്കുന്നതും ഒന്നും അറിയുന്നില്ല കേട്ടോ. ഭയങ്കര എന്താ പറയുക, ജോലിക്ക് പോകാൻ തുടങ്ങിയപ്പോൾ തൊട്ട് ക്ഷീണം. നിങ്ങൾക്ക് തന്നെ മടുക്കുണ്ടാവില്ലേ, എന്നും തന്നെ പറയണമെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ എന്താണെന്നറിയില്ല ഒരു ഇത്. അപ്പോൾ രാവിലെ ഞാൻ എണീറ്റു, ഒരു 4 മണിക്കൊക്കെ എണീറ്റു. പിന്നെ ഉറങ്ങാനായിട്ട് പറ്റിയില്ല. പിന്നെ ഇങ്ങനെ ഓരോന്നും നോക്കിയിട്ട് ഫോണിൽ നോക്കിക്കൊണ്ടിരുന്നു. പിന്നെ ഒരു 4:45 ഒരു 5 മണിയൊക്കെ ആകുമ്പോഴത്തേക്ക് എണീറ്റ് മുഖമൊക്കെ കഴുകി. പിന്നെ ബാക്കിയുള്ള കുറച്ച് പച്ചക്കറികളൊക്കെ ഉണ്ടെന്ന് പറഞ്ഞില്ലേ, അതൊക്കെ ഒന്ന് എടുത്തിട്ട് വന്നു കേട്ടോ. അതൊക്കെ എടുത്തിട്ട് വന്ന് മുറിക്കാനായിട്ടിരുന്നു. അപ്പോൾ വഴുതനങ്ങ, ഉരുളക്കിഴങ്ങ്,
കുമ്പളങ്ങ ആ സംഭവങ്ങളൊന്നും മുറിച്ച് വെച്ചിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ അതൊക്കെ ഞാൻ രാവിലെ മുറിക്കാൻ നിന്നു. അപ്പോൾ പിന്നെ വേറെ ആരെയും വിളിച്ചില്ല കേട്ടോ. ഏട്ടന് നല്ല ഉറക്കമാണ്. പിന്നെ പിള്ളേരും എണീറ്റിട്ടൊന്നുമില്ല കേട്ടോ. അപ്പോൾ അവരും നന്നായിട്ട് ഉറങ്ങട്ടെ എന്ന് വിചാരിച്ചിട്ടോ. ഞാൻ എന്തായാലും എൻ്റെ ഉറക്കം എന്തായാലും പോയി. അപ്പോൾ എന്നാലും ഇതാ ഞാൻ പച്ചക്കറികളൊക്കെ അങ്ങോട്ട് മുറിച്ച് വെക്കുകയാണ് കേട്ടോ. മുറിച്ച് വെക്കുക എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ കേട്ടോ, കുറച്ചേ ഉള്ളൂ. ഇനിയിപ്പോൾ സാമ്പാറിനും അവിയലിന് ഉള്ള കുമ്പളങ്ങ, കൂട്ടുകറിക്കുള്ള കുമ്പളങ്ങ, അങ്ങനെയൊക്കെ അതൊക്കെ തന്നെയുള്ളൂ കേട്ടോ. അപ്പോൾ അതൊക്കെ ഒന്ന് മുറിച്ച് വെക്കണം. എന്നിട്ട് പിന്നെ തീ കത്തിച്ച് അടുപ്പത്ത് തന്നെയാണ് കേട്ടോ മാക്സിമം ഒക്കെ ഉണ്ടാക്കിയെടുക്കുന്നത്. പിന്നെ രാവിലെ ഏകദേശം പണികളൊക്കെ ഒരുക്കി വെച്ചിട്ട് വേണം അമ്പലത്തിൽ പോകാനായിട്ട്. ഇന്നലെ അമ്പലത്തിൽ പോകണം വിചാരിച്ച് പറ്റിയില്ല. ഇന്നിപ്പോൾ എന്തായാലും പോകണം എന്ന് വിചാരിക്കുന്നുണ്ട് കേട്ടോ. രാവിലെ എല്ലാം ഒരുക്കി വെച്ചിട്ട് കാവിലൊന്ന് പോകണം. അപ്പോൾ നമ്മുടെ കുട്ടിക്കാലത്തൊക്കെ ഓണക്കാലമൊക്കെ ആയിട്ടുണ്ടെങ്കിൽ പിന്നെ നമുക്ക് ഉറക്കമില്ല കേട്ടോ. നമ്മൾ പണ്ടൊക്കെ ചെറുപ്പത്തിലൊക്കെ നമ്മൾ കർക്കിടക മാസം 1-ാം തീയതി മുതലേ മുറ്റത്ത് പൂവിടും. പൂവിടാൻ തുടങ്ങിയാൽ പിന്നെ ഉറക്കം ഉണ്ടാകുന്നില്ല. പിന്നെ ഒരു 5 മണിയൊക്കെ ആകുമ്പോഴത്തേക്കും നമ്മൾ പൂ പറിക്കാനും ഈ ഓണക്കാലം കഴിയുന്നവരെ അത് തന്നെയാണ്. അപ്പോൾ ഇപ്പോഴത്തെ കുട്ടികൾക്ക് അതിൻ്റെ ഒരു ആവേശമൊന്നുമില്ല. കവറിൽ കുറച്ച് പൂ വാങ്ങിച്ചിട്ട് വരും, അതിങ്ങനെ മുറിച്ച് ഇടുക, അങ്ങനെയുള്ള ഒരു ഇതൊക്കെ തന്നെയുള്ളൂ കേട്ടോ. പണ്ട് നമ്മുടെ ഒരു ലൈഫ് എന്ന് പറഞ്ഞാൽ ഓണക്കാലം വന്നാൽ എന്താ പറയുക, അടിപൊളിയാണ്. അടിപൊളി എന്ന് പറഞ്ഞാൽ ഓണപ്പരിപാടികളും എന്താ പറയുക, നല്ല സൂപ്പറാണ് അല്ലേ. ആ ഒരു ഓണക്കാലമൊന്നും ഒരിക്കലും നമുക്ക് തിരിച്ച് കിട്ടില്ല ഇനി. ഇപ്പോഴത്തെ കുട്ടികൾക്കൊന്നും അതൊന്നും അനുഭവിക്കാനുള്ളൊരു ഭാഗ്യം ഇല്ല എന്ന് തന്നെ വേണമെങ്കിൽ പറയാം. അപ്പോൾ അന്നത്തെ ഓണം പറഞ്ഞാൽ അങ്ങനെയൊക്കെയാണ് അല്ലേ ചെറുപ്പത്തിൽ. അപ്പോൾ എന്തായാലും ഇതാ നമ്മൾ കഷ്ണങ്ങളൊക്കെ മുറിച്ച് ഞാൻ പറഞ്ഞില്ല അടുപ്പത്ത് തീയൊക്കെ പൂട്ടി ആദ്യം തന്നെ ഞാൻ അവിയൽ ഉണ്ടാക്കിയിട്ടാണ്. ചോറൊക്കെ പിന്നെ വെക്കാമെന്ന് വിചാരിച്ചു. ആദ്യം 2-3 വക കറികളൊക്കെ ഉണ്ടാക്കി വെച്ചിട്ട് പിന്നെ ചോറ് ഉച്ചയ്ക്കലല്ലേ എടുക്കുകയുള്ളൂ, ഒരുപാട് നേരത്തെ വെക്കണ്ടെന്ന് വിചാരിച്ചിട്ട് അപ്പോൾ എന്തായാലും ഇതാ ഞാൻ അവിയലിനെ കഷ്ണങ്ങളൊക്കെ വേവിക്കാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ നമ്മൾ ഇത്തിരി വെള്ള കളറിലുള്ള അവിയലാണ് കേട്ടോ വെക്കണത്. കുറച്ച് മഞ്ഞൾ പൊടി ഇട്ടാൽ മഞ്ഞ കളറിലുള്ള അവിയലാവും. ഇന്ന് പിന്നെ വെള്ള കളറിൽ വെക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ നമ്മുടെ കഷ്ണങ്ങളൊക്കെ അരിഞ്ഞതൊക്കെ ഉപ്പിട്ട് വേവിച്ചതിന് ശേഷം വെള്ളമൊക്കെ ഒന്ന് തോർന്ന് വരുമല്ലോ, വറ്റി വരുന്ന സമയത്ത് അരപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. തേങ്ങയും ജീരകവും പച്ചമുളകും അരച്ചിട്ട് ചേർത്തു. അതിൻ്റെ ഒരു പച്ച വാസന മാറുന്ന സമയത്ത് നമ്മൾ തൈരുണ്ടല്ലോ, കട്ടി തൈര് നമ്മുടെ മിക്സിയിലൊന്ന് കറക്കി അതും കൂടെ ചേർത്തു കേട്ടോ. അത് ചേർത്താൽ ഒരുപാട് അങ്ങോട്ട് തിളപ്പിക്കാനോ ഒന്നും പാടില്ല. ഒന്ന് ചൂടാക്കി എടുത്തതിന് ശേഷം നമുക്ക് വാങ്ങി വയ്ക്കാം. പിന്നെ നമ്മൾ ഇതിൽ കടുക് വറുക്കൊന്നും ഇല്ലല്ലോ. പിന്നെ കുറച്ച് കറിവേപ്പിലയും ഇത്തിരി വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ചാൽ നമ്മുടെ അവിയൽ റെഡി കേട്ടോ. അപ്പോൾ ഈ ഒരു കളറിലാണ് നമ്മുടെ പാലക്കാട്ടുകാരൻ്റെ അവിയലിൻ്റെ ഒരു നിറവും ഒക്കെ കേട്ടോ. മഞ്ഞ കളറിൽ ഉണ്ടാക്കുന്ന അവിയലും ഉണ്ട്, ഞാൻ അതും ചെയ്യാറുണ്ട്. മഞ്ഞപ്പൊടി ഇട്ടിട്ടുണ്ടെങ്കിൽ നമ്മുടെ പച്ചക്കറികളിലൊക്കെ വിഷാംശമൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ നല്ലത് തന്നെയാണ്. ഇത്തവണ ഞാൻ വെള്ള കളറിലാക്കിയിട്ടാണ്. അപ്പോൾ എന്തായാലും നമ്മുടെ അവിയലൊക്കെ അവിടെ സെറ്റാക്കി വെച്ചു. പിന്നെ ഇതാ നമ്മൾ പരിപ്പൊക്കെ വേവിച്ച് സാമ്പാറിനുള്ള കഷ്ണമൊക്കെ വേവിക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ സാമ്പാറിന് ഒന്ന് വറുത്തെടുക്കാൻ പോവാണ് കേട്ടോ. അപ്പോൾ ഓണം എങ്ങനെ എന്തെങ്കിലും ഫംഗ്ഷനൊക്കെ വരുമ്പോഴാണ് കൂടുതലും നമ്മൾ വറുത്തരച്ച സാമ്പാറൊക്കെ ഉണ്ടാക്കണം അല്ലേ. അപ്പോൾ ഞാൻ ഇന്നിപ്പോൾ വറുത്തരച്ച സാമ്പാറാണ് കേട്ടോ വെക്കുന്നത്. സാധാരണ അങ്ങനെ വറുത്തരയ്ക്കാറുണ്ട്, മിക്കവാറും അങ്ങനെ ചെയ്യാറുണ്ട്. എനിക്ക് ഈ സാമ്പാർ പൊടി ഇട്ടിട്ട് ഉണ്ടാക്കുന്ന സാമ്പാറിനോട് അത്ര താല്പര്യമില്ല. അത് നമുക്ക് ഈ ഇഡ്ഡലിക്കൊക്കെ കഴിക്കാൻ പറ്റിയ തേങ്ങ ചേർക്കാണ്ട് നമ്മൾ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കുമല്ലോ, ദോശയ്ക്കും അങ്ങനെയൊക്കെ ഉണ്ടാക്കുമ്പോൾ നമുക്ക് സാമ്പാർ പൊടി ഇട്ടിട്ട് ഉണ്ടാക്കിയാൽ കുഴപ്പമൊന്നുമില്ല. അല്ലാതെ നമ്മൾ തേങ്ങ ചേർത്ത് ഉണ്ടാക്കുമ്പോൾ സാമ്പാർ പൊടി ഞാൻ സാധാരണ ചേർക്കാറില്ല കേട്ടോ. അതെനിക്ക് അങ്ങനെ താല്പര്യമൊന്നുമില്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇങ്ങനെയാണ് ചെയ്യണത്. വറുത്തരച്ച സാമ്പാർ എന്ന് പറയുമ്പോൾ ഇതുപോലെയാണ് കേട്ടോ ചെയ്യണത്. കട്ട കായം ഉണ്ടല്ലോ, LGയുടെ കായം നമ്മൾ എണ്ണയിൽ മൂപ്പിച്ചെടുക്കുക. പിന്നെ ഉലുവ, ഒരു പൊട്ട് ഉലുവ, ജീരകം ഇട്ട് നന്നായിട്ടൊന്ന് മൂത്ത് വരുമ്പോൾ ഒരു 3-4 ചെറിയുള്ളിയും കൂടി ഇട്ട് പൊട്ടിക്കുന്നുണ്ട്. പിന്നെ നമ്മൾ ഉഴുന്ന് പരിപ്പ്, കടലപ്പരിപ്പ് അതൊക്കെ ചേർത്ത് കൊടുക്കുക കേട്ടോ. പിന്നെ നമ്മൾ എന്താ വറമുളക് ഉണ്ടല്ലോ, വറ്റൽമുളക്, അതാണ് കേട്ടോ ഇട്ടിട്ടുള്ളത്. പിന്നെ മല്ലി മുഴുവനായിട്ടുള്ള മല്ലി ഉണ്ടെങ്കിൽ അതിടുക. ഇന്നിപ്പോൾ മല്ലി കയ്യിലില്ല കേട്ടോ. അപ്പോൾ ഞാൻ മല്ലിപ്പൊടി ചേർക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ എല്ലാം ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മൂത്ത് വരട്ടെ. മൂത്ത് വരുന്ന സമയത്ത് മല്ലിപ്പൊടി ഇട്ട് എടുക്കാം കേട്ടോ. അങ്ങനെ ഒരടുപ്പിൽ സാമ്പാറിനുള്ളതൊക്കെ വറുത്ത് വയ്ക്കുന്നുണ്ട്. പിന്നെ ഇതാ നമ്മൾ പുറത്ത് നിന്ന് നമ്മുടെ കൂട്ടുകാരൻ്റെ കഷ്ണങ്ങളൊക്കെ വേവിക്കാനായിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. അവിയലായ വഴിക്ക് തന്നെ നമ്മൾ ചേനയും കടലപ്പരിപ്പും കുമ്പളങ്ങയൊക്കെ ഉപ്പും മഞ്ഞളും ചേർത്തിട്ട് വേവിക്കാനായിട്ട് വെച്ചു. ഒരുവിധം വെന്ത് വരുന്ന സമയത്ത് ഇപ്പോൾ
കുറച്ച് മുളക് പൊടിയും മല്ലിപ്പൊടിയും ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ അതിൻ്റെ ഒരു പച്ചവാസനയൊക്കെ മാറിയിട്ടാണ് നമ്മൾ അരപ്പ് ചേർക്കുന്നത്. അരപ്പിൽ തേങ്ങ, ജീരകം, കുരുമുളക് ഇത് മൂന്നും നന്നായിട്ടൊന്ന് നമ്മൾ അവിയലിനെ ചതച്ചെടുത്തല്ലോ അതുപോലെ തന്നെ ചതച്ചെടുക്കുക. അതിന് ശേഷം നമ്മൾ വെള്ളമൊക്കെ ഒന്ന് വറ്റിയതിന് ശേഷം നമ്മൾ അരപ്പും കൂടെ ചേർത്ത് അതുപോലെ ഒന്ന് ആക്കിയെടുക്കാം കേട്ടോ. നന്നായിട്ടൊന്ന് ഡ്രൈ ആക്കിയെടുക്കുക. എന്നിട്ട് നമുക്ക് കടുകൊക്കെ പൊട്ടിച്ചിടുക. കടുക്, ഉഴുന്ന് പരിപ്പ്, കറിവേപ്പില, വറമുളക് ഇതെല്ലാം കൂടെ മൂപ്പിച്ചിടുക. കൂട്ടത്തിൽ നാളികേരം വേണമെങ്കിൽ ചെറുതായിട്ട് ചിരവിട്ട് അതും നന്നായിട്ട് മൂപ്പിച്ചിട്ടാൽ നല്ല ടേസ്റ്റാണ് കേട്ടോ. അങ്ങനെയും ചെയ്യാം. അപ്പോൾ പിള്ളേർ രണ്ടുപേരും കൂടെ പൂക്കളമൊക്കെ ഇട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ഇത്ര നേരം അടുക്കളപ്പണി ആയതുകൊണ്ട് ഇങ്ങോട്ടൊന്നും വന്നില്ല. അപ്പോൾ ചാരുമോളാണ് കേട്ടോ ഒറ്റയ്ക്ക് ഡിസൈനൊക്കെ വരച്ച് പൂക്കളമൊക്കെ സെറ്റാക്കിയിട്ടുണ്ട്. നന്നായിട്ടുണ്ടായിരുന്നു കേട്ടോ. കണ്ടില്ലേ, എല്ലാം പൂവും വെച്ച് നമുക്ക് കയ്യിലുള്ള ആ ചെണ്ടുമല്ലിയും എന്താ പറയുക ഉള്ള പൂ കൊണ്ട് നല്ല അടിപൊളിയായിട്ട് തന്നെ പൂക്കളം ഉണ്ടാക്കിയിട്ടുണ്ട് അവനെ കൊണ്ട് പറ്റുന്ന പോലെ. പിന്നെ അതവിടെ ഏട്ടൻ മത്തങ്ങ പൊട്ടിക്കാനായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. നമ്മുടെ ഒരു മത്തൻ വിളഞ്ഞ് നിൽക്കുന്നുണ്ടെന്ന് പറഞ്ഞില്ല, അതിപ്പോൾ ഓണം ആയ സമയത്ത് നന്നായിട്ട് പഴുത്ത് നല്ല വിളഞ്ഞിട്ടുണ്ട് കേട്ടോ. അത് പറിച്ചിട്ട് നമുക്ക് എലിശ്ശേരി ഉണ്ടാക്കാമെന്ന് വിചാരിച്ച് അങ്ങനെ മത്തനൊക്കെ പൊട്ടിച്ച് തന്നിട്ടുണ്ട്. നല്ല വിളവ് ആയിട്ടുണ്ട്. അപ്പോൾ കുറച്ച് മത്തൻ ഞാനെടുത്തു. പിന്നെ കുറച്ച് നമ്മുടെ തൊട്ടടുത്ത വീട്ടിലെ ചേച്ചിമാർക്കൊക്കെ കുറേശ്ശെ കൊടുത്ത്. അപ്പോൾ നമ്മുടെ വീട്ടിൽ എന്തെങ്കിലും ഉണ്ടായി വെച്ചാൽ നമ്മളിങ്ങനെ എല്ലാ അയൽവക്കത്തൊക്കെ കൊടുക്കില്ലേ, അവിടെ ഉണ്ടായാലും നമുക്കും തരും കേട്ടോ. അങ്ങനെ പൂക്കളത്തിൻ്റെ ചുറ്റും വീണ്ടും അരിക്കോലമൊക്കെ വരച്ചിട്ടുണ്ട് കേട്ടോ, നമ്മൾ ചാണകമൊക്കെ മെഴുകിയിട്ട്. പിന്നെ നമ്മൾ അമ്പലത്തിൽ പോകാനായിട്ട് നിൽക്കുകയാണ്. അപ്പോൾ ഞാൻ ഓണക്കോടി എടുത്തതൊന്നും നേരാവണ്ണം കാണിച്ചൊന്നും തന്നിട്ടുണ്ടായിരുന്നില്ല അല്ലേ. അപ്പോൾ ഇത് നമ്മുടെ ഇതേ കുട്ടനെ എടുത്തതാണ് കേട്ടോ, ഒരു കുഞ്ഞു വാവൻ്റെ ഡ്രസ്സ്. പിന്നെ ചാരുമോളുടെ ഡ്രസ്സ്. അപ്പോൾ ഇവർക്ക് ഇത്തവണ ജീൻസും ടോപ്പും അങ്ങനെയൊക്കെ മതി എന്ന് പറഞ്ഞു. നമ്മളിപ്പോൾ ഓണത്തിന് പറ്റിയ ഡ്രസ്സൊക്കെ എടുത്താലും പട്ടുപാവാട അങ്ങനെയൊക്കെ എടുത്താലും അമ്പലത്തിൽ പോകുമ്പോഴും അങ്ങനെയൊക്കെ അല്ലേ ഇടാൻ പറ്റുള്ളൂ. ഇതാകുമ്പോൾ പിന്നെ എവിടെ പോകുമ്പോഴും ഇടാമല്ലോ. ഇപ്പോൾ ഇന്നത്തെ കുട്ടികൾ ജീൻസും ടോപ്പും ഒക്കെ തന്നെയല്ലേ എവിടെ പോകുമ്പോഴും ഇടുന്നത്. അപ്പോൾ അങ്ങനെ മതി എന്ന് പറഞ്ഞു. അപ്പോൾ പിന്നെ ഞാനും ശരി എന്ന് പറഞ്ഞിട്ട് രണ്ടുപേർക്കും ഇന്ന് ജീൻസും ടോപ്പും തന്നെയാണ് കേട്ടോ എടുത്തത്. ഇതിപ്പോൾ ചിട്ടിക്കുട്ടിൻ്റെയാണ് കേട്ടോ. വൈറ്റ് കാണിച്ചത് ചാരുമോളുടെയും ഇത് ചിട്ടിക്കുട്ടിൻ്റെയാണ്. ഇപ്പോൾ ഇതൊക്കെ സ്റ്റുഡിയോയിൽ നിന്ന് എടുത്തതാണ് കേട്ടോ. പിന്നെ എൻ്റെ ചുരിദാർ വേറൊരു കടയിൽ നിന്ന്, പിന്നെ എന്താണ് ഉണ്ണിക്കുള്ളത് നമ്മുടെ ഗണേശല്ല ഗണപതിയിൽ പോയി എടുത്തു. അപ്പോൾ ഇതാണ് എൻ്റെ ചുരിദാർ കേട്ടോ. ഇത് നല്ല കോട്ടൺ ചുരിദാറാണ്, നന്നായിട്ടുണ്ട്. എനിക്ക് നല്ല ഇഷ്ടമായിട്ടാ. സിമ്പിളായിട്ടുണ്ട് പക്ഷേ നന്നായിട്ടുണ്ടായിരുന്നു. കാണുമ്പോൾ അത്ര ഇതുണ്ടെങ്കിൽ ഇട്ടപ്പോൾ എനിക്ക് നല്ല കംഫർട്ടബിളായിട്ട് തോന്നിയിട്ട് നല്ല കോട്ടൺ ആയിരുന്നു. അപ്പോൾ അങ്ങനെ. പിന്നെ ഏട്ടൻ്റെ പുതിയ ഷർട്ടും മുണ്ടൊക്കെ ഏട്ടൻ അയൺ ചെയ്യണം. അപ്പോൾ അതൊന്നും കാണിക്കാനായിട്ട് നിന്നില്ല, വേഗം ആൾ അയൺ ചെയ്യാനായിട്ട് നിന്നു കേട്ടോ. അങ്ങനെ രാവിലെ നേരത്തെ എണീറ്റത് കൊണ്ട് തന്നെ പണികളൊക്കെ ഒരുങ്ങി ചോറും കറികളൊക്കെ ഏകദേശം ആയി. പിന്നെ നമ്മൾ കുളിയും നനയൊക്കെ കഴിഞ്ഞ് അമ്പലത്തിൽ പോവാണ് കേട്ടോ. ഒരു 9:30 ആയിട്ടുണ്ട്. അപ്പോഴേക്കും റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഞാനും ഏട്ടനും കൂടെ അമ്പലത്തിൽ പോയി. ചിട്ടിക്കുട്ടി പിന്നെ കൂട്ടുകാരിൻ്റെ കൂടെ വന്നു കേട്ടോ. ചാരുമോള് പിന്നെ വന്നില്ല, അവൾക്ക് കണ്ണിന് എന്താ പറയുക കണ്ണിൽ കുരു വന്നിട്ട് കമട്ടൻ കുരു വന്നിട്ട് കണ്ണ് വേദനിക്കണമെന്ന് പറഞ്ഞിട്ട് ആൾ വന്നിട്ടില്ല കേട്ടോ. അപ്പോൾ നമ്മളത് എന്തായാലും അമ്പലത്തിൽ വന്ന് തൊഴാനായിട്ട് വന്നിട്ടുണ്ട്. അങ്ങനെ അവിടെ നിന്ന് പ്രസാദമൊക്കെ വാങ്ങിച്ച് പിന്നെ നമുക്ക് നേരെ അങ്ങോട്ട് വീട്ടിലേക്ക് പോകാനായിട്ട് നിൽക്കുകയാണ് കേട്ടോ. അപ്പോൾ വലിയ തിരക്കും കാര്യങ്ങളൊന്നുമില്ല, എല്ലാവരും വന്നിട്ട് പോയി. ഞങ്ങളിപ്പോൾ സമയമായി 9:30 ആയിട്ടാണ് വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ തന്നെ. അതുകൊണ്ട് തന്നെ എല്ലാവരും നേരത്തെ കാലത്ത് എല്ലാവരും വന്നിട്ട് പോയിട്ടുണ്ട്. ഇന്നിപ്പോൾ ഓണം ആയതുകൊണ്ട് പെട്ടെന്നൊന്നും നടയടക്കില്ലല്ലോ. അപ്പോൾ പിന്നെ നമ്മൾ ഇത്തിരി സമയമായാലും കുഴപ്പമില്ല എന്ന് വിചാരിച്ച് അങ്ങനെ വന്ന് അമ്പലത്തിലത്തെ പ്രസാദമൊക്കെ വാങ്ങിച്ചിട്ട് അങ്ങോട്ട് പോവുകയാണ്. ഇനിയിപ്പോൾ പോയാലും കുറച്ച് പണികളൊക്കെ ഉണ്ട് കേട്ടോ. ഇനിയിപ്പോൾ കുറച്ച് കറികൾ ഉണ്ടാക്കാനുണ്ട്, പായസം ഉണ്ടാക്കണം, അങ്ങനെയൊക്കെ. അങ്ങനെ വീട്ടിൽ പോയി പിള്ളേരൊക്കെ ഡ്രസ്സ് ഇട്ടപ്പോൾ പിന്നെ ഓണക്കോടിയൊക്കെ ഇട്ടിട്ട് കാണിക്കാമെന്ന് വിചാരിച്ചതാണ്. പിള്ളേർ രണ്ടുപേരും ഓണക്കോടി ഡ്രസ്സൊക്കെ ഇട്ടിട്ടുണ്ട്. കുട്ടികളുടെ ഡ്രസ്സൊക്കെ എങ്ങനെയുണ്ട് എന്നൊക്കെ പറയണം കേട്ടോ, നമ്മുടെ എല്ലാവരുടെ ഡ്രസ്സും. അപ്പോൾ കണ്ടില്ലേ, കണ്ണിൽ ചൂടായിട്ട് കണ്ണിൽ കമട്ടൻ കുരുവായിട്ട് കണ്ണൊക്കെ ഇങ്ങനെ വീങ്ങി വെള്ളം വന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് കണ്ണൊക്കെ ഇങ്ങനെ അടച്ചു വെച്ചിട്ടാണ് വീഡിയോ എടുക്കാൻ സമ്മതിക്കുന്നത്. അങ്ങനെ പിള്ളേർ ഡ്രസ്സൊക്കെ ഇട്ട് കുറച്ച് വീഡിയോയും ഫോട്ടോ ഒക്കെ എടുത്തു. പിന്നെ നമ്മൾ വീണ്ടും നമ്മുടെ അടുക്കള ഭരണത്തേക്ക് തന്നെ വന്നിട്ടുണ്ട്. എവിടെയൊക്കെ പോയാലും നമ്മൾ അവസാനം ഇവിടെ തന്നെ എത്തിച്ചേരും അല്ലേ. എന്ത് മറിമായുവാണെന്നൊന്നും എനിക്കറിയില്ല. അപ്പോൾ നമ്മളിതാ കുക്കറിനകത്ത് കടലയും കടല എന്ന് പറയുമ്പോൾ
ഗ്രീൻ പീസ്, ഉരുളക്കിഴങ്ങ്, ക്യാരറ്റ് എല്ലാം മുറിച്ച് മഞ്ഞൾപ്പൊടി ഉപ്പിട്ടിട്ട് വേവിക്കാനായിട്ട് വെക്കാൻ പോവാണ്. അത് നമ്മുടെ മസാലക്കറിക്കിട്ടാൽ. ഇത് പിന്നെ കൊത്തവരയും ക്യാരറ്റും കൂടെ ഉപ്പേരി വയ്ക്കുകയാണ്. പച്ചപ്പയർ കിട്ടിയില്ല കേട്ടോ, അപ്പോൾ ഇന്ന് കൊത്തവര ആക്കാമെന്ന് വിചാരിച്ചു. അമരയ്ക്ക അത് വെക്കുന്നുണ്ട്. പിന്നെ രാവിലെ ചോറ് വെച്ച് ഊറ്റി വെച്ചിട്ടുണ്ടല്ലോ, അത് എടുത്തിട്ടില്ല. ഇന്നിപ്പോൾ പരിപ്പ് പ്രഥമനാണ് ഉണ്ടാക്കുന്നത്, ചെറുപയർ പരിപ്പ്. അപ്പോൾ അതിനെ വറുത്ത് വെച്ചിട്ടുണ്ട്. രാവിലെ ഏട്ടൻ തേങ്ങയൊക്കെ ചിരവി തന്നു കേട്ടോ, നിറയെ തേങ്ങയൊക്കെ ചിരവി തന്നു. അപ്പോൾ തേങ്ങാപ്പാൽ എടുക്കാനുള്ള തേങ്ങ അവിടെ ചിരവി വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ തേങ്ങാപ്പാൽ എടുക്കാനായിട്ട് പോവാണ്. കുറച്ച് വെള്ളമൊക്കെ ഒഴിച്ചിട്ട് ഞാൻ തേങ്ങാപ്പാൽ എടുക്കുന്നത്. അല്ലെങ്കിൽ നമുക്ക് ഇങ്ങനെ പിഴിഞ്ഞാൽ കിട്ടില്ല കേട്ടോ. ഏട്ടനാണെങ്കിൽ നന്നായിട്ട് ഇതാക്കി തരും, പക്ഷേ എനിക്ക് കുറച്ചും കൂടെ വെള്ളമൊക്കെ ഒഴിച്ചിട്ട് നന്നായിട്ട് ആക്കിയാൽ ഇങ്ങോട്ട് നന്നായിട്ട് കിട്ടുള്ളൂ. അപ്പോൾ എന്തായാലും ഇനിയിപ്പോൾ തേങ്ങാപ്പാലൊന്നും എടുക്കട്ടെ. അപ്പോൾ ഞാനിതാ അമ്പലത്തിൽ പോയി വന്ന് ഭക്ഷണമൊക്കെ കഴിച്ചിട്ടാണ്. ഉപ്മാവായിരുന്നു ഇന്ന് ഉണ്ടാക്കിയത്. അതൊന്നും പിന്നെ വീഡിയോ എടുക്കാനായിട്ടൊന്നും നിന്നില്ല. ഏട്ടൻ്റെ ക്ഷമ കെട്ടിട്ടിരിക്കുകയായിരുന്നു കേട്ടോ. 10-10:30 ആയല്ലോ. പിന്നെ വേഗം തന്നെ ഉപ്മാവൊക്കെ ഉണ്ടാക്കി കഴിച്ചു. പിന്നെയാണ് അടുക്കള പണികൾ വീണ്ടും തുടങ്ങിയത്. അപ്പോൾ ആദ്യം തന്നെ നമ്മുടെ കറികളൊക്കെ ഇങ്ങനെ വെച്ചെടുക്കണം. അപ്പോൾ ഒരു കുക്കറേ ഉള്ളൂ കേട്ടോ. കുക്കർ ഒരെണ്ണേ ഉള്ളത് കൊണ്ട് ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പോൾ കടല, പരിപ്പ്, പയർ പറഞ്ഞ പോലെയൊക്കെ ഇങ്ങനെ ഓരോന്നായിട്ട് വേവിച്ച് തന്നെ എടുക്കണ്ടേ. അപ്പോൾ ഞാൻ അവസാനം പായസം ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു കുക്കറിൽ. ഇതെല്ലാം ഒന്ന് വേവിച്ച് റെഡിയാക്കി വെച്ചാൽ. അപ്പോൾ കുക്കറിനകത്ത് ഓരോന്നായിട്ട് വെക്കുന്നുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ അടുപ്പിലൊന്നും കത്തിക്കണില്ല, രണ്ടാം മുറി അടുപ്പ് കത്തിക്കാനൊന്നും വയ്യ. അപ്പോൾ ഗ്യാസിൽ തന്നെ വെക്കുകയാണ് കേട്ടോ. എന്തായാലും നമ്മുടെ പാലൊക്കെ പിഴിഞ്ഞ് ഒന്നാം പാൽ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് മാറ്റി വയ്ക്കുക. ഇനി അത് ആ ഒരു ചണ്ടി ഉണ്ടല്ലോ, ചണ്ടി എന്ന് പറയുമ്പോൾ പാൽ പിഴിഞ്ഞതിൻ്റെ അതിൽ കുറച്ചും കൂടെ വെള്ളം ഒഴിച്ചിട്ട് ഒന്നും കൂടെ പിഴിഞ്ഞെടുക്കാം കേട്ടോ. അപ്പോൾ അതിൻ്റെ പാൽ മൊത്തം അങ്ങോട്ട് വരും. അപ്പോൾ ചെറുപയർ പായസത്തിൽ നമ്മൾ തേങ്ങാപ്പാൽ ഒഴിച്ചിട്ട് പായസം ഉണ്ടാക്കിയാലാണ് ടേസ്റ്റ് കേട്ടോ. നമ്മൾ പശുവും പാലോ അങ്ങനെയൊന്നും ചേർത്താൽ നന്നായിരിക്കില്ല. ഇതുപോലെ തേങ്ങാപ്പാൽ തന്നെ എടുക്കണം. ചെറുപയർ, ഗോതമ്പ്, അതിലൊക്കെ തേങ്ങാപ്പാൽ തന്നെയാണ് കേട്ടോ വേണ്ടത്. അപ്പോൾ ഇവിടെ ചാരുമോൾക്ക് ഗോതമ്പ് പായസം കൂടുതൽ ഇഷ്ടം. അപ്പോൾ ഗോതമ്പ് പായസം ഉണ്ടാക്കാനുള്ള പറഞ്ഞപ്പോൾ ആളുടെ മുഖമൊക്കെ ഇങ്ങനെ എന്താ പറയുക, ദേഷ്യം വന്നിട്ടിരിക്കുകയാണ് കേട്ടോ. പിന്നെ ഗോതമ്പ് പായസം എന്ന് പറഞ്ഞാൽ ഒത്തിരി എന്താ പറയുക, മെനക്കെട്ടതല്ല, ഇതുപോലെ തന്നെയാണ്. പക്ഷെ എന്നാലും എനിക്ക് ഗോതമ്പ് പായസത്തിനോട് അത്ര താല്പര്യമില്ല. ഞാൻ അധികം വെക്കുന്നതും സേമിയ പായസം, ഇതുപോലെ ചെറുപയർ, പിന്നെ അട, അങ്ങനെയൊക്കെ കേട്ടോ. ഗോതമ്പ് അങ്ങനെ അധികം ഇവിടെ വെക്കാറേ ഇല്ല. അങ്ങനെ. അപ്പോൾ നമ്മൾ തേങ്ങാപ്പാലൊക്കെ രണ്ടാം പാലും ഒന്ന് എടുക്കുന്നുണ്ട് കേട്ടോ. രണ്ടാം പാലെന്ന് പറയുമ്പോൾ കുറച്ച് വെള്ളം പോലെയാണ്. ഈ പാലിലാണ് ഞാൻ ചെറുപയർ പരിപ്പ് വറുത്ത് കഴുകി ഈ പാലിലിട്ടിട്ട് വേവിച്ചെടുക്കണം കേട്ടോ. അപ്പോൾ ഓരോരോ പണികൾ അങ്ങനെ ഒതുക്കി വരികയാണ്. അപ്പോൾ ഏകദേശം കറികളൊക്കെ അങ്ങനെ ഒരുങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഏട്ടെന്താ ഇലയൊക്കെ മുറിക്കാനായിട്ട് നിൽക്കുന്നുണ്ട് കേട്ടോ. ഇന്നിപ്പോൾ ഓണസദ്യയൊക്കെ കഴിക്കുമ്പോൾ ഇലയിൽ കഴിക്കണ്ടേ. അപ്പോൾ ഇലയുള്ളത് കൊണ്ട് കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഇലയൊക്കെ മുറിക്കാനായിട്ട് ആൾ നിൽക്കുകയാണ്, മുറിച്ചുകൊണ്ട് വരുന്നുണ്ട്. അങ്ങനെ നമ്മുടെ പരിപ്പൊക്കെ കഴുകി നമ്മൾ തേങ്ങാപ്പാൽ രണ്ടാം പാൽ ഒഴിച്ചിട്ട് വേവിക്കാനായിട്ട് പോവുകയാണ് കേട്ടോ. നന്നായിട്ടൊരു 2-3 വിസിൽ മതി കേട്ടോ. ചെറുപയർ പരിപ്പ് പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും. വെന്തതിന് ശേഷം നന്നായിട്ട് ഉടച്ചിട്ട് ശർക്കര പാനി ചേർത്ത് ഒന്നാം പാലും ചേർത്ത് ചെറുതായിട്ടൊന്ന് ചൂടായി വരുമ്പോൾ ഏലക്കായ്പ്പൊടി ഇട്ട് നമ്മൾ തേങ്ങാക്കൊത്ത്, അണ്ടിപ്പരിപ്പ്, മുന്തിരിയൊക്കെ നെയ്യിൽ വറുത്ത് മൂപ്പിച്ച് ഇട്ടാൽ നമ്മുടെ പായസം റെഡി. നമ്മൾ ഉണ്ടാക്കിയ സദ്യയൊക്കെ ഓണത്തപ്പന് ഇലയിട്ട് ഓണത്തപ്പന് പൂജയൊക്കെ ചെയ്ത്, അതായത് വെച്ച് മാറ്റിയതിന് ശേഷമാണ് കേട്ടോ നമ്മൾ ഭക്ഷണം കഴിക്കാനായിട്ടിരിക്കുന്നത്. അപ്പോൾ അവിടെ നമ്മുടെ ഉണ്ടാക്കിയ ഭക്ഷണമൊക്കെ നമ്മൾ കറികളൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ഉപ്പേരി, മത്തൻ എലിശ്ശേരി, കൂട്ടുകറി, അവിയൽ, പിന്നെ ഇഞ്ചിപ്പുളി, പിന്നെന്താ സാമ്പാർ കുറച്ച് എടുത്ത് വെച്ചിട്ടുള്ളൂ. അപ്പോൾ 2 പേര് കഴിച്ചതിന് ശേഷമാണ് കേട്ടോ ഞാൻ വീഡിയോ എടുക്കുന്നത്. അപ്പോൾ ഏട്ടൻ്റെ കൂട്ടുകാരൻ ഒരാൾ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവർക്ക് 2 പേർക്കും ഭക്ഷണം കൊടുത്തു. അതിന് ശേഷമാണ് കേട്ടോ ഞാനും കുട്ടികളും കഴിച്ചത്. പിന്നെ അപ്പോൾ അവർ എടുത്തതിൻ്റെ ബാക്കിയൊക്കെയാണ് ഇവിടെയുള്ളത്. അപ്പോൾ അവർക്കൊക്കെ ഭക്ഷണമൊക്കെ കൊടുത്തതിന് ശേഷമാണ് ഞാനും പിള്ളേരും കഴിച്ചിട്ട്. അപ്പോൾ അത്രയും കറികളൊക്കെ ഉള്ളൂ നമ്മൾ. അപ്പോൾ സദ്യ വിളമ്പണത് എങ്ങനെയാണെന്നൊന്നും ഏത് രീതിക്കാണെന്നൊന്നും എനിക്കറിയില്ല. എവിടെ നിന്ന് എവിടേക്കാണെന്നൊന്നും അറിയില്ല. നമ്മൾ ഇലയിടുന്ന രീതി മാത്രമേ അറിയുള്ളൂ. അപ്പം അങ്ങനെ ഇലയൊക്കെ ഇട്ട് ആദ്യം തന്നെ ഉപ്പ് വെച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മുടെ ശർക്കര വരട്ടിയും നുറുക്കുമൊക്കെ വെച്ച് കൊടുത്തു. പിന്നെ ഇഞ്ചിപ്പുളി, അച്ചാറുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത് വെച്ച് കൊടുത്തു. പിന്നെ കൂട്ടുകറി, പിന്നെ എന്താ അവിയൽ, നമ്മുടെ മത്തങ്ങ എലിശ്ശേരി, പിന്നെ ഉപ്പേരി,
ഉപ്പേരി എന്ന് പറയുമ്പോൾ തോരൻ, അത്. പിന്നെ പപ്പടം, പഴം, നേന്ത്രം പഴം പുഴുങ്ങിയിട്ടുണ്ടായിരുന്നു അത്, സാമ്പാർ, ചോറ്, രസം, അതൊക്കെ തന്നെയാണ് കേട്ടോ ഓരോന്നായിട്ട് വെച്ച് കൊടുക്കണം. അപ്പോൾ ഓരോ നാട്ടിലും ഇലയിടുന്നതിനും ഇല മടക്കുന്നത് വരെ ഓരോ രീതികളാണ്. സദ്യ വിളമ്പുന്നതിലൊക്കെ ഓരോ രീതിയുണ്ട്. ഓരോ സാധനങ്ങൾ വെച്ചിട്ട് നമ്മൾ മറ്റേ ഇതൊക്കെ വെക്കാൻ പറ്റുള്ളൂ. പക്ഷെ നമ്മളിവിടെ എനിക്കങ്ങനെ അതൊന്നും അറിയാത്തതുകൊണ്ട് ഞാൻ എൻ്റെ കയ്യിൽ എന്താണോ വന്നിട്ടുള്ളത് അതെല്ലാം വിളമ്പി കൊടുക്കാനായിട്ടാ. പിന്നെ നമ്മൾ പച്ചടി, കിച്ചടി അങ്ങനെയുള്ള സംഭവങ്ങളൊന്നും ഉണ്ടാക്കിയിട്ടില്ല. സദ്യക്ക് പ്രധാനപ്പെട്ട കറികൾ മാത്രമേ ഉള്ളൂ കേട്ടോ. അവിയൽ, കൂട്ടുകറി, എന്താണ് മത്തങ്ങ എലിശ്ശേരി, നമ്മുടെ മസാലക്കറി, തോരൻ, അങ്ങനെയൊക്കെ ഉള്ളൂ കേട്ടോ. വേറെ പുളിശ്ശേരി അങ്ങനെയുള്ള സംഭവങ്ങളൊന്നും ഉണ്ടാക്കിയിട്ടില്ല. സാധാരണ ഇത് തന്നെയാണ് ഉണ്ടാക്കാറുള്ളത്. ഞങ്ങളുടെ ഓണസദ്യ ഇത്രയൊക്കെ തന്നെയാണ് കേട്ടോ. അപ്പോൾ എന്തായാലും അവസാനം ചോറ് വിളമ്പി സാമ്പാർ വെച്ച് കൊടുത്തു, നമ്മളെ പരിപ്പ് പ്രഥമൻ. അപ്പോൾ എന്തായാലും ഇനിയിപ്പോൾ ഭക്ഷണം കഴിക്കാൻ പോവാണ്. അപ്പോൾ കണ്ടില്ലേ, ഏട്ടനും ഏട്ടൻ്റെ കൂട്ടുകാരനും ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് പുറത്ത് ഇങ്ങനെ കാറ്റ് കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എന്തായാലും അവർ പുറത്തിരിക്കുന്നുണ്ട്. ഇനിയിപ്പോൾ ഞാനും കുട്ടികളും കഴിക്കാനായിട്ട് പോവാണ് കേട്ടോ. ഞാനും കുട്ടികളും പറഞ്ഞാൽ കുട്ടികളെ ഇരുത്തി, ഞാൻ പിന്നെ ഇവർ കഴിച്ച് കഴിഞ്ഞിട്ടാണ് ഞാൻ ഒറ്റയ്ക്കാണ് കഴിച്ചിട്ട് ഇത്തവണ ഓണസദ്യ. എന്തായാലും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ പിള്ളേരിനെയും ഭക്ഷണമൊക്കെ കൊടുത്തു. അപ്പോൾ അവർക്കും വിശന്നിരിക്കുകയാണല്ലോ, 1:30 ആയിട്ടുണ്ട്. അപ്പോൾ അവർ ഓണക്കോടിയൊക്കെ ഇട്ടിട്ട് ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് ഇരിക്കുന്നുണ്ട്. അപ്പോൾ എന്താണെങ്കിലും ഈ വർഷത്തെ ഓണവും കൂടെ അങ്ങനെ കടന്നു പോയിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും ഹാപ്പി ഓണം, ഹാപ്പി ആയിട്ടിരിക്കുക. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ കേട്ടോ. കൂട്ടുകാർക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. പിന്നെ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നതായിരിക്കും. എല്ലാവരോടും ടേക്ക് കെയർ ആൻഡ് ബൈ.